എല്ലാവർക്കും ബിഫോർ യു യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മെയ് മാസത്തിലെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ISL കിരീടം മോഹൻ ബഗാന് ഫൈനലിൽ ബംഗളൂരു FCയെ തോൽപ്പിച്ചു. ISL കിരീടം മോഹൻ ബഗാന് ഫൈനലിൽ ബംഗളൂരു FCയെ തോൽപ്പിച്ചു. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക്. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രി ചെസ്സിൽ ഇന്ത്യയുടെ കുനേരു ഹംപിക്ക് കിരീടം. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രി ചെസ്സിൽ ഇന്ത്യയുടെ കുനേരു ഹംപിക്ക് കിരീടം. ചൈനയുടെ ജു വെൻചുൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ചൈനയുടെ ജു വെൻചുൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ഇനി ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിനും പോൾ വോൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബെൽസിനും ലോറസ് പുരസ്കാരം. ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിനും പോൾ വോൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബെൽസിനും ലോറസ് പുരസ്കാരം. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാരായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാരായി. ഇനി ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. ഏതാ ഫിലിം? അപ്പുറം. ഏതാണ്? മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. ഫിലിം ഏതാണ്? അപ്പുറം. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി നസ്രിയ നസീം, റീമ കല്ലിങ്കൽ. മികച്ച നടിമാരാരൊക്കെയാണ്? നസ്രിയ നസീമും റിമ കല്ലിങ്കലും. പിന്നെ ചലച്ചിത്ര രത്ന പുരസ്കാരം വിജയകൃഷ്ണൻ. ചലച്ചിത്ര രത്ന പുരസ്കാരം വിജയകൃഷ്ണൻ. ഇനി അടുത്തത് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ജഗദീഷിനാണ് കേട്ടോ. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ജഗദീഷിന്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. അടുത്തത് മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച പിന്നണി ഗായിക ആരാണ്? വൈക്കം വിജയലക്ഷ്മി. ഇനി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC രൽഹാൻ ചുമതലയേറ്റു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC രൽഹാൻ ചുമതലയേറ്റു. ഇനി ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. ഇനി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇനി 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. ഇനി അടുത്തത് സംസ്ഥാനത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേൽക്കും. സംസ്ഥാനത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേൽക്കും. ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. ഇനി ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ
പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്റ്റ് വർഷ എന്നാണ് പദ്ധതിയുടെ പേര്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്റ്റ് വർഷ എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി ആഗോള കത്തോലിക്ക സഭയുടെ 266-ാം മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോർഹെ മാരിയോ ബർഗോഗ്ലിയോ കാലം ചെയ്തു. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാം മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോർഹെ മാരിയോ ബർഗോഗ്ലിയോ കാലം ചെയ്തു. ഇനി 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇനി ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങൾ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങൾ. ഇനി അടുത്തത് വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രന്. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രന്. ഇനി കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന്. കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന്. ഇനി മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോമിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോമിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. ഇനി മലയാള സിനിമയെ ലോക തിരശ്ശീലയിലെത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി N കരുൺ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. മലയാള സിനിമയെ ലോക തിരശ്ശീലയിലെത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി N കരുൺ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. ഇനി പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായികയുമായ കുമുദിനി ലാഖിയ അന്തരിച്ചു. പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായികയുമായ കുമുദിനി ലാഖിയ അന്തരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. തെലുങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ധാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. തെലുങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന ധാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. ലോകപ്രശസ്ത
ലോക പ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ലോക പ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു.